ചേരുന്നു തത്സമയം. അനേന, ഗുഡ് ഈവനിങ്. അമേരിക്കയുടെ ബഹിരാകാശ നയത്തിൽ സുപ്രധാനമായ ഒരു സ്ഥാനമാണ് ലൂണാർ ബേസ് പദ്ധതിക്കുള്ളതെന്നാണ് ഇപ്പോൾ ഐസക് ഈ വെളിപ്പെടുത്തലിൽ നിന്നും മനസ്സിലാകുന്ന ഒരു കാര്യം. ഭാവിയിലെ ബഹിരാകാശ പ്രവർത്തനങ്ങളുടെ ദിശ നിർണ്ണയിക്കുന്നത് ഈ താവളമായിരിക്കുമെന്നും അദ്ദേഹത്തിന്റെ വാക്കിൽ നിന്ന് തന്നെ മനസ്സിലാവുന്നുണ്ട്. അപ്പോൾ ചുരുക്കത്തിൽ ഗവേഷണത്തിന്റെ നേതൃസ്ഥാനം അത് അമേരിക്കയ്ക്ക് തന്നെയാകണമെന്ന ലക്ഷ്യത്തോടെ നാസ മുന്നേറുകയാണ് എന്ന് സാരം, അല്ലേ? ഗുഡ് ഈവനിങ് സേതു. സേതു പറഞ്ഞതുപോലെ തന്നെയാണ്. കാരണം അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ബഹിരാകാശ നയത്തിലുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ് ഈ സംഭവങ്ങളൊക്കെ എന്ന് പറയുന്നത്. ഇതാണിപ്പോൾ നാസ യാഥാർത്ഥ്യമാക്കിക്കൊണ്ടിരിക്കുകയാണ് ഇക്കാര്യങ്ങൾ ഓരോന്നായിട്ടും. സേതു പറഞ്ഞതുപോലെ തന്നെ നമുക്കറിയാം, ചന്ദ്രനിൽ മനുഷ്യൻ ആദ്യമായി കാൽ തൊട്ടപ്പോൾ അതൊരു ചരിത്രം തന്നെയായിരുന്നു. ഇത് ഈ മനുഷ്യവാസം ചന്ദ്രനിൽ സ്ഥിരമാക്കാനുള്ളൊരു ശ്രമമാണ് ഇപ്പോൾ നാസ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതായത് അമേരിക്കയുടെ ആധിപത്യം, അതായത് ബഹിരാകാശത്ത് അമേരിക്കയുടെ ആധിപത്യം ശക്തമാക്കാനുള്ള ശ്രമമാണ് ഇത് എന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. കഴിഞ്ഞ ദിവസം നാസയുടെ അഡ്മിനിസ്ട്രേറ്റർ ആയിട്ടുള്ള ജാരഡ് ഐസക്മാൻ തന്നെയാണ് ഇത് സംബന്ധിച്ച്, അതായത് ലൂണാർ ബേസ് എന്നൊരു പദ്ധതിയെക്കുറിച്ചുള്ള വിശദാംശങ്ങളൊക്കെ തന്നെ പുറത്തുവിട്ടിട്ടുണ്ടായിരുന്നത്. അതായത് ഭാവിയിൽ ബഹിരാകാശത്ത് നടക്കാൻ പോകുന്ന കാര്യങ്ങളുടെ, അതായത് ഗവേഷണങ്ങളൊക്കെ നിർണ്ണയിക്കാൻ പോകുന്നത് ഈ ഒരു ലൂണാർ ബേസ് പദ്ധതി ആയിരിക്കുമെന്നാണ് നാസയുടെ ഒരു വിലയിരുത്തൽ. അതായത് ഇനി നടക്കാൻ പോകുന്ന ഓരോ കണ്ടെത്തലുകളും അതിവേഗത്തിലാക്കാനും അതിന്റെ വ്യാപ്തി വർദ്ധിപ്പിക്കാനും ഒക്കെ വേണ്ടിയിട്ടാണ് ഈ ഒരു ലൂണാർ ബേസ് പദ്ധതി ഇവർ ലക്ഷ്യമിടുന്നത് എന്നാണ് മനസ്സിലാക്കുന്നത്. അതുപോലെ തന്നെ ചന്ദ്രനിൽ മനുഷ്യന്മാർക്ക് മനുഷ്യവാസം സ്ഥിരമാക്കാൻ പോകുന്നു എന്ന് നമ്മൾ പറയുമ്പോൾ തന്നെ അവിടെ മനുഷ്യർക്ക് ജീവിക്കണമെങ്കിൽ വൈദ്യുതി കൂടി ആവശ്യമായിരിക്കും. അതുകൊണ്ട് തന്നെയാണ് ആണവ പദ്ധതികളിലേക്ക് കൂടി അമേരിക്ക കടക്കുന്നു എന്നൊരു കാര്യം കൂടി പറയാൻ സാധിക്കുന്നത്. നമുക്കറിയാം, ഈ റഷ്യയും ചൈനയുമായി കൈകോർത്തുകൊണ്ട് തന്നെ ആണവ നിലയങ്ങൾ ബഹിരാകാശത്ത് നിർമ്മിക്കാനുള്ളൊരു പദ്ധതി ഇടുന്നുണ്ട്. അടുത്ത ദശകത്തിൽ തന്നെ ഈ ഒരു പദ്ധതി നടപ്പിലാക്കുമെന്നാണ് ചൈനയും റഷ്യയും തമ്മിലുള്ളൊരു കൂട്ടുകെട്ടിൽ, അതായത് അവർ ഇതിനായിട്ടുള്ള കരാർ ഒപ്പുവെച്ച് കഴിഞ്ഞു എന്നൊരു വാർത്തയൊക്കെയാണ് പുറത്തു വരുന്നത്. അതിനിടയിൽ കൂടിയാണ് അമേരിക്ക അതിനൊരു വെല്ലുവിളിയായി കൊണ്ട് തന്നെയാണ് ഇത്തരത്തിൽ ആണവ നിലയം സ്ഥാപിക്കാനുള്ളൊരു പദ്ധതി മുന്നോട്ട് വെക്കുന്നതും. കൂടാതെ അധികകാലം താമസിയാതെ മനുഷ്യന് ചന്ദ്രനിൽ പോയി രാപ്പാർക്കല്ലേ? അതെ, അത് തന്നെയാണ്. മനുഷ്യന് ഉടനടി അങ്ങോട്ടേക്ക് എത്താൻ സാധിക്കുമെന്ന് തന്നെയുള്ളൊരു നീക്കം തന്നെയാണ് അമേരിക്ക നടത്തുന്നത്. എന്തായാലും ചെയ്തു. ഓക്കെ അനേന, ശരി. അപ്പോൾ അങ്ങനെയാണ് പ്രിയപ്പെട്ട പ്രേക്ഷകരുടെ കാര്യം. ശാസ്ത്രമൊക്കെ വളർന്ന് നമ്മളെപ്പോഴും പറയില്ലേ ശാസ്ത്രത്തിന്റെ വളർച്ചയെന്ന്. അങ്ങനെ വളർന്ന് ഇനിയിപ്പോൾ ഇവിടെ സ്ഥലം വാങ്ങിക്കാൻ പറ്റില്ലെങ്കിൽ നമുക്കങ്ങ് ചന്ദ്രനിൽ പോയി കുറച്ച് സ്ഥലമൊക്കെ വാങ്ങിച്ച് വീട് വെക്കാൻ പാകത്തിനെത്തി ശാസ്ത്ര ഗവേഷണങ്ങളും കണ്ടെത്തലുകളും ഒക്കെയും.